നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാന നിയമങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. പോക്സോ നിയമം എന്നതിന്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമം. പോക്സോ നിയമം എന്നതിന്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമം. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് ആരുടെ കാര്യത്തിലാണ്? സ്ത്രീകളും കുട്ടികളും. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലാണ്. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസ്തുത വിഭാഗങ്ങൾക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമം അനുസരിച്ച് പ്രസ്തുത വിഭാഗങ്ങൾക്കുള്ള കേസുകൾ അന്വേഷിക്കാവുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം പ്രകാരമാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ പാർലമെന്റ് പോക്സോ നിയമം, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പോക്സോ നിയമത്തിന്റെ പൂർണ്ണരൂപമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതായത് ഇന്ത്യൻ പാർലമെന്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം 2012. ഇന്ത്യൻ പാർലമെന്റ് പോക്സോ നിയമം പാസാക്കിയ വർഷം 2012. ഇന്ത്യൻ പാർലമെന്റ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കിയ വർഷം 1980. ഇന്ത്യൻ പാർലമെന്റ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പാസാക്കിയ വർഷം 1980. ഇന്ത്യയിൽ ആദ്യമായി IT ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2008. ഇന്ത്യയിൽ ആദ്യമായി IT ആക്ട് ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 2008. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 46. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 46. ഇന്ത്യയിൽ IT ആക്ട് പാർലമെന്റ് പാസാക്കിയ തീയതി 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് പാർലമെന്റ് പാസാക്കിയ തീയതി 2000 ജൂൺ 9. ഇന്ത്യയിൽ IT ആക്ട് പ്രാബല്യത്തിൽ വന്ന തീയതി 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ IT ആക്ട് പ്രാബല്യത്തിൽ വന്ന തീയതി 2000 ഒക്ടോബർ 17. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് 2000-ലെ IT ആക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ് 2000-ലെ IT ആക്ട്. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 37. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 37. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. സേവനാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്ന തീയതി 2013 സെപ്റ്റംബർ 12. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്ന തീയതി 2013 സെപ്റ്റംബർ 12. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി പ്രത്യേക കോടതി. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി പ്രത്യേക കോടതി. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി 2013 സെപ്റ്റംബർ 12. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി 2013 സെപ്റ്റംബർ 12. പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. പോക്സോ ആക്ട് 2012 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19. 2005-ലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യുന്നതാരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ. 2005-ലെ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യുന്നത് സംരക്ഷണ ഉദ്യോഗസ്ഥൻ, പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ്.
ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ ആക്ട് പാസ്സായ വർഷം 1951. ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ ആക്ട് പാസ്സായ വർഷം 1951. ഏത് നിയമം പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് ഐറോം ശർമിള പോരാടിയത്? AFSPA. അതായത് എന്താ? ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. AFSPA പൂർണ്ണ രൂപം ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. അപ്പോൾ AFSPA ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന നിയമം പിൻവലിക്കുന്നതിന് വേണ്ടിയാണ് ഐറോം ശർമിള പോരാടിയത്. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമം ഏത്? പോക്സോ. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന നിയമം ഏതാണ്? പോക്സോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ പോലീസ് എത്ര സമയത്തിനുള്ളിൽ വിഷയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം? കുറ്റകൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനകം. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ പോലീസ് കുറ്റകൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ച് 24 മണിക്കൂറിനകം വിഷയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതി 2005 സെപ്റ്റംബർ 13. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ച തീയതി 2005 സെപ്റ്റംബർ 13. സൈബർ അപ്പലേറ്റഡ് ട്രൈബ്യൂണലുകൾ രൂപവൽക്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 48. സൈബർ അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ രൂപവൽക്കരിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 48. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി 2006 ഒക്ടോബർ 26. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 പ്രാബല്യത്തിൽ വന്ന തീയതി 2006 ഒക്ടോബർ 26. ആണുങ്ങളുടെ കുറഞ്ഞ വിവാഹപ്രായം 21 വയസ്സായി നിശ്ചയിച്ചത് ഏത് വർഷമാണ്? 1978. ആണുങ്ങളുടെ കുറഞ്ഞ പ്രായം 21 വയസ്സായി നിശ്ചയിച്ചത് 1978. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അളവാണ് 6300 മില്ലിമീറ്റർ നീളം, 4200 മില്ലിമീറ്റർ വീതി. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ അളവ് 150 മില്ലിമീറ്റർ നീളം, 100 മില്ലിമീറ്റർ വീതി. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏറ്റവും ചെറിയ അളവാണ് 150 മില്ലിമീറ്റർ നീളം, നീളം 100 മില്ലിമീറ്റർ വീതി. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്നാണ്? 2002 ജനുവരി 26. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായി പരിഗണിക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ നിയമം പാസാക്കിയ വർഷം 2008. വിവാഹ രജിസ്ട്രേഷൻ നിയമം പാസാക്കിയ വർഷം 2008. കുടുംബ കോടതി നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1984. കുടുംബ കോടതി നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1984. ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള പരാതികൾ നൽകേണ്ടത് ആർക്കാണ്? വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ. ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള പരാതികൾ നൽകേണ്ടത് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർക്കാണ്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിലാണ് കോടതി നടപടികൾ പൂർത്തീകരിക്കേണ്ടത്? 60 ദിവസം. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്താൽ 60 ദിവസത്തിനുള്ളിലാണ് കോടതി നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നതെന്നാണ്? 2006 ഒക്ടോബർ 26.
ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് ഏത് നിയമപ്രകാരമാണ്? IPC 498A. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നത് IPC 498A പ്രകാരമാണ്. സ്വാതന്ത്ര്യാനന്തരം 1949 പെൺകുട്ടികളുടെ വിവാഹ പ്രായം 14 നിന്ന് എത്ര വയസ്സായിട്ടാണ് ഉയർത്തിയത്? 15. സ്വാതന്ത്ര്യാനന്തരം 1949 പെൺകുട്ടികളുടെ വിവാഹ പ്രായം 14 നിന്ന് 15 വയസ്സായിട്ടാണ് ഉയർത്തിയത്. പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹ പ്രായം 18 വയസ്സായി നിശ്ചയിച്ചത് ഏത് വർഷമാണ്? 1978. പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹ പ്രായം 18 വയസ്സായി നിശ്ചയിച്ചത് 1978. തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്ന നിയമം പാസാക്കിയ വർഷമാണ് 2013. തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്ന നിയമം പാസാക്കിയ വർഷമാണ് 2013. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് ആവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് ആവശ്യ സാധന നിയമം 1955. 5. 2015 സുപ്രീം കോടതി റദ്ദാക്കിയ IT ആക്ടിലെ വകുപ്പ് 66A. 2015 സുപ്രീം കോടതി റദ്ദാക്കിയ IT ആക്ടിലെ വകുപ്പാണ് 66A. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടത് ആർക്കാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ സുരക്ഷിതത്വം, ഗുണമേന്മ എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഉപഭോക്താവിന് സഹായകമായ നിയമമാണ് അളവ് തൂക്ക് നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഉപഭോക്താവിന് സഹായകമായ നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. അളവ് തൂക്കം നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ്. അളവ് തൂക്കം നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പ്. ഇന്ത്യൻ തെളിവ് നിയമത്തിന് അംഗീകാരം ലഭിച്ച തീയതി 1872 മാർച്ച് 15. ഇന്ത്യൻ തെളിവ് നിയമത്തിന് അംഗീകാരം ലഭിച്ച തീയതി 1872 മാർച്ച് 15. ഇന്ത്യൻ തെളിവ് നിയമത്തിന് എത്ര ഭാഗങ്ങളാണുള്ളത്? 3. ഇന്ത്യൻ തെളിവ് നിയമത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 11. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 11. ദേശീയ പതാകയുടെ പ്രദർശനം സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഏത്? ഫ്ലാഗ് കോഡ്. ദേശീയ പതാകയുടെ പ്രദർശനം സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമം ഫ്ലാഗ് കോഡ്. ഇന്ത്യൻ തെളിവ് നിയമം നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. ഇന്ത്യൻ തെളിവ് നിയമം നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1. ഇന്ത്യൻ തെളിവ് നിയമം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം 167. ഇന്ത്യൻ തെളിവ് നിയമം രൂപം കൊണ്ടപ്പോൾ ഉണ്ടായിരുന്ന വകുപ്പുകളുടെ എണ്ണം 167. ഇന്ത്യയിൽ ആദ്യ പകർപ്പവകാശ നിയമം 1957. ഇന്ത്യയിൽ ആദ്യ പകർപ്പവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 1958 ജനുവരി. ഇന്ത്യയിൽ ആദ്യ പകർപ്പവകാശ നിയമം നിലവിൽ വന്നത് 1958 ജനുവരി. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2014. ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം 2014. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1986. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര അതോറിറ്റിക്ക്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര അതോറിറ്റിക്കാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. ഈ ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര അതോറിറ്റിക്ക്. ഉദ്യോഗസ്ഥരുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി 2014 മെയ് 9 നിലവിൽ വന്ന നിയമമാണ് വിസിൽ ബ്ലോവേഴ്സ് നിയമം. ഉദ്യോഗസ്ഥരുടെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി 2014 മെയ് 9 നിലവിൽ വന്ന നിയമമാണ് വിസിൽ ബ്ലോവേഴ്സ് നിയമം. ബാലനീതി നിയമം ഇന്ത്യ പാസാക്കിയ വർഷം 2000. ബാലനീതി നിയമം ഇന്ത്യ പാസാക്കിയ വർഷം 2000. തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും സ്വീകരിക്കുന്നതിനെ കുറിച്ചും അവ ആര് ഹാജരാക്കണം എന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചും സ്വീകരിക്കുന്നതിനെ കുറിച്ചും അവ ആര് ഹാജരാക്കണം എന്നതിനെ കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഏത് നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ തെളിവ് നിയമം പാസാക്കിയത്? ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ തെളിവ് നിയമം പാസാക്കിയത്. PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച നിയമം. PWD ആക്ട് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ച നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിൽ വന്നതെന്ന് 1949 മാർച്ച് 16. ഇന്ത്യയിൽ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 1949 മാർച്ച് 16. പ്രസവാനുകൂല്യ നിയമം പാസാക്കിയ വർഷം 1961. പ്രസവാനുകൂല്യ നിയമം പാസാക്കിയ വർഷം 1961. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. പ്രസവാനുകൂല്യ നിയമം പാസാക്കിയ വർഷവും സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷവും 1961. ക്രിമിനൽ ലോ അമെൻഡ്മെന്റ് ആക്ട് നിർഭയ ആക്ട് പാസാക്കിയ വർഷം 2013. ക്രിമിനൽ ലോ അമെൻഡ്മെന്റ് ആക്ട് നിർഭയ ആക്ട് പാസാക്കിയ വർഷം 2013. അഴിമതി നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1988. അഴിമതി നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1988. ഏത് നിയമത്തിന് പകരമായിട്ടാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നത്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995 എന്ന നിയമത്തിന് പകരമായിട്ടാണ് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 നിലവിൽ വന്നത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാസാക്കിയ വർഷം 1971. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പാസാക്കിയ വർഷം 1971. സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് പാസാക്കിയ വർഷം 2013. സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് പാസാക്കിയ വർഷം 2013. തുല്യവേതന നിയമം പാസാക്കിയ വർഷം 1976. തുല്യവേതന നിയമം പാസാക്കിയ വർഷം 1976. ഇന്ത്യൻ IT ആക്ടിലെ ഏത് വകുപ്പാണ് ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമസാധുതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4. ഇന്ത്യൻ IT ആക്ടിലെ 4ാം വകുപ്പാണ് ഇലക്ട്രോണിക് റെക്കോർഡുകളുടെ നിയമസാധുതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം 1994. ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസാക്കിയ വർഷം 1994. ഇന്ത്യയിൽ ആദ്യമായി മധ്യപ്രദേശിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010. ഇന്ത്യയിൽ ആദ്യമായി മധ്യപ്രദേശിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010.
ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതി 1993 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഡിനൻസ് ഓർഡിനൻസ് പുറപ്പെടുവിച്ച തീയതി 1993 സെപ്റ്റംബർ 28. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഈ ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ്? 4 മുതൽ 10 വരെ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഈ ഗവേണൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4 മുതൽ 10 വരെയുള്ള സെക്ഷനിലാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? കേരളം. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. സ്ത്രീകൾക്കെതിരായ വിവേചനം ഇല്ലാതാക്കാൻ 1986 പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? 1990 ജനുവരി 30 മുതൽ. പട്ടികജാതി പട്ടികവർഗ നിയമം അതിക്രമം തടയൽ നിയമം 1989 പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലാണ്? 1990 ജനുവരി 30. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമമാണ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ആക്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നത് തടയുന്ന നിയമമാണ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൻ പ്രൊഹിബിഷൻ ആക്ട്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1930. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1930. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബില്ല് 2016 ലോക്സഭ പാസാക്കിയ തീയതി 2016 ഡിസംബർ 16. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ബില്ല് 2016 ലോക്സഭ പാസാക്കിയ തീയതി 2016 ഡിസംബർ 16. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനത്തിലെ ഏത് മേഖലയിൽ വരുന്നു? അവശിഷ്ടാധികാരങ്ങൾ. സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിലെ അധികാര വിഭജനത്തിലെ അവശിഷ്ട അധികാരങ്ങൾ എന്ന മേഖലയിൽ വരുന്നു. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 9. കേരള ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയുടെ 9ാമത്തെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാന നിയമങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.